ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു റിംഗ് സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇത് നമ്മൾ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രൈഡൽ ഗൗണിൻ്റെ സ്ലീവിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നോർമലി നമ്മൾ സ്ലീവൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ് ഡെപ്തായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ 1 ഇഞ്ച് ഗ്യാപ്പിൽ വരയ്ക്കുന്ന പോലെ വരച്ചു. സ്ലീവിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ ഷേപ്പൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്ലീവ് ലെങ്ത്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് 23 ഇഞ്ചാണ് ഫുൾ സ്ലീവ് വരുമ്പോൾ, ഒരു 22 ഇഞ്ചാണ് നമുക്ക് വരിക. അപ്പോൾ ഞാനൊരു സീം അലവൻസ് കൂടിയും ചേർത്ത് 23 ആണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ഓരോ റൗണ്ട്സുകളും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എൽബോ റൗണ്ട്, മസിൽ റൗണ്ട്, അങ്ങനെയുള്ള റൗണ്ട്സൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ 23 ഇഞ്ച് വരെ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കും. എല്ലായിടത്തും നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടിയും ചേർത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 23 ഇഞ്ച് വരെയുള്ള നമ്മുടെ ഫുൾ സ്ലീവിൻ്റെ ലെങ്ത്തിലുള്ള ആ ഒരു റൗണ്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചാണ് അതിൻ്റെ ഒരു ഫുൾ റൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു സൈഡിൽ 3.5 ഇഞ്ച് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കാണല്ലോ, അപ്പോൾ 3.5 ഇഞ്ചാണ് വരുന്നത്. അതിലൂടെ നമ്മളൊരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പേപ്പറിൻ്റെ, അതായത് ഈ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത് 27 ഇഞ്ചാണ്. ഇപ്പം നമ്മൾ ആ എൻഡിലുള്ള സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. അതിനുശേഷം കോർണറിൽ നിന്ന് നമ്മൾ താഴോട്ട് ആ ഒരു റിങ്ങിൻ്റെ സ്ലീവിലേക്ക് വരുന്ന ഒരു സ്ലോപ്പ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ കട്ടിങ് തന്നെയാണ്. അതിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ പിന്നീട് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് പിന്നെ മടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ എടുത്ത് വെച്ചതാണ്. പിന്നെ നമുക്കതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സെയിം മെഷർമെൻറ്റിൽ നമ്മളുടെ മെയിൻ ക്ലോത്തുകൾ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നെറ്റിൻ്റെ ആ ഒരു ഫാബ്രിക്കും കൂടി നമ്മൾ ഈ ഒരു സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു റിങ് കൊടുക്കാനായിട്ട് ഒരു ചെറിയ ക്രോസ് പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല തിന്നായിട്ട് കിട്ടുള്ളൂ. ക്രോസ് പീസ് ചെറുത് മതിയല്ലോ. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് അതൊന്ന് മറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവിൽ വെച്ച് കൊടുക്കുക. ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ നല്ല ബീഡ്സ് വർക്കായിരുന്നു ഇതിൻ്റെ. നമ്മുടെ സ്കേർട്ടിൻ്റെയും യോക്കിൻ്റെയും പോർഷനിലും അതിലേറെ ബീഡ്സ് വർക്കാണ്. സ്ലീവിന് നമ്മൾ വേറൊരു ഫാബ്രിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലും അത്യാവശ്യം കട്ട് ബീഡ്സും പേൾ ബീഡ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ ലൈനിങ് ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുത്ത് നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മറിച്ചെടുത്ത ഡോറി എടുത്തിട്ട് അവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. കറക്റ്റ് ആ ഒരു നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിവിടെ വെച്ച് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അത് മറിച്ച് പതിച്ചൊന്ന് അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിംഗ് സ്ലീവിൻ്റെ പരിപാടി അവസാനിച്ചു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു സ്ലീവാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു. പിന്നെ നമ്മുടെ ഗീവ് അവേൻ്റെ കാര്യം ആരും മറക്കണ്ട. 5K സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ 5K സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ലോട്ട് ഇട്ടെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ആ 3 പീസ് സൽവാർ സെറ്റാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.